കോടിയേരി കുടുംബത്തിന്റെ ഒരു തേർവാഴ്ചയാണ് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. അതെ. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും സംഘങ്ങളും ചേർന്ന് മൂലക്കിരുത്താൻ ശ്രമിച്ച കോടിയേരിയുടെ കുടുംബം പൂർവ്വവാദ ശക്തിയോടുകൂടി രംഗത്തെത്തുകയും അവർ അതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ ബിനീഷ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇളയ മകനെ തിരികെ CPM സ്വീകരിച്ചുകൊണ്ട് പാർട്ടി അംഗത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരിക്കൽ ഈ ബിനീഷിൻ്റെ അമ്മയായിട്ടുള്ള വിനോദിനി, കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി ഇട്ട ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് വലിയ ഇന്നല്ലേ കഴിഞ്ഞ കുറേ ദിവസമായി ഇട്ടത്. പക്ഷേ അത് ഈ അറം പറ്റിയതുപോലെ ഇന്ന് പ്രസക്തമായി ഈ സന്ദർഭങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രസക്തമായി അത് ഇന്ന് അറം പറ്റിയതുപോലെ ആയിരിക്കുകയാണ്. അതായത് അതിനകത്ത് അവർ പറഞ്ഞത്, വിനോദിനി പറഞ്ഞിരിക്കുന്നത്, ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആരെയാണെന്നുള്ളത് വ്യക്തമാണ്. അതായത് കർമ്മം വഴി തെറ്റിപ്പോവില്ല, നിങ്ങൾ വരാൻ അല്പം താമസിക്കുമായിരിക്കും, പക്ഷേ വഴിതെറ്റി പോവില്ല. നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്ന നിമിഷം കർമ്മം നിന്നോട് കണക്ക് തീർക്കും. ഇതാ ആരെഴുതി കൊടുത്തതാണെന്നൊന്നും അറിയില്ല. അത് വലിയ ഒരു സ്റ്റാറ്റസ് തന്നെയാണ്. കാരണം കോടിയേരി കുടുംബം ഒരുപാട് അനുഭവിച്ചു. പിണറായിക്ക് പ്രത്യക്ഷത്തിൽ കോടിയേരിയോട് പകയൊന്നും ഇല്ലായിരുന്നു. അറിയാൻ പറ്റില്ല. പിണറായി സ്വന്തം അദ്ദേഹം മറ്റേ MDയുടെ കാലത്തിലെ സേതുവിനെ പോലെ അദ്ദേഹത്തിന് സേതുവിനെന്നും ഒരാളിനെ മാത്രമേ ഇഷ്ടമായിരുന്നുള്ളൂ, അത് സേതുവിനെ മാത്രമായിരുന്നു എന്നാണ്. അതുപോലെയാണ് പിണറായിയെ സംബന്ധിച്ച് പിണറായിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബവും അതിനപ്പുറം അദ്ദേഹത്തിന് യാതൊരു ഇഷ്ടങ്ങളും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടല്ലേ, ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ആ കുറിപ്പ് പറയുന്നത്, ഞാൻ വെറുതെ ഒരാളെയും ഒഴിവാക്കാറില്ല, എൻ്റെ സാന്നിധ്യത്തിന് യാതൊരു വിലയും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഒഴിഞ്ഞു മാറി പോകാറാണ്. ചില തിരിച്ചറിവുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഒരുപക്ഷെ ആ തിരിച്ചറിവ് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി അവർ നമ്മെ ഒരുപാട് മാറ്റത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് സത്യം. ഒറ്റപ്പെട്ടു പോയ ചിലരുണ്ട്, അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടാവില്ല. കാരണം ഒറ്റപ്പെട്ടു പോയവരുടെ അവസ്ഥ അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. എത്ര ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്നവർക്കും ഒറ്റപ്പെട്ടു പോയവരുടെ അവസ്ഥ അറിയാൻ കഴിയില്ല. അവരുടെ മനസ്സ്, അവരുടെ ചിന്ത, അവരുടെ ഹൃദയം ഒക്കെയും വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകും. അവരോടൊപ്പം ഇരിക്കാൻ, അവർക്ക് കൂട്ടാകാൻ ആരും ശ്രമിക്കില്ല. ഒറ്റപ്പെട്ടു പോയതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു ഭംഗി. സത്യസന്ധരായിരിക്കുക, പക്ഷേ വിഡ്ഢിയാകരുത്. അധ്വാനിക്കുക, പക്ഷേ ആരോഗ്യം കളയരുത്. തുറന്ന് സംസാരിക്കുക, പക്ഷേ പരിധി വിടരുത്. സ്നേഹിക്കുക, പക്ഷേ നിങ്ങളുടെ വ്യക്തിത്വമോ ഇഷ്ടങ്ങളോ ലക്ഷ്യങ്ങളോ ബലി കഴിക്കരുത്. കർമ്മം വൈകിയെത്തും, പക്ഷേ ഒരിക്കലും വഴിതെറ്റില്ല. നീ മറന്നാലും അത് നിന്നെ മറക്കില്ല. നീ ചെയ്ത മനോവേദനകൾക്കും നിശബ്ദ ദ്രോഹങ്ങൾക്കും കർമ്മത്തിനും എല്ലാം ഓർമ്മയുണ്ട്. നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്ന നിമിഷമാണ് കർമ്മം കൃത്യമായി കണക്ക് തീർക്കുന്നത്. അതായത് പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ കൃത്യമാണ് ആരെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നുള്ള വിവരം കൃത്യമാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ ഈ കോടിയേരി കുടുംബത്തെ വേട്ടയാടിയത് ആരാണ്? ഒരിക്കലും അവരെ രാഷ്ട്രീയ എതിരാളികൾ അല്ല കോടിയേരി കുടുംബത്തെ വേട്ടയാടിയിരിക്കുന്നത്. കോടിയേരി കുടുംബത്തെ വേട്ടയാടിയത് CPM-നുള്ളിൽ മാത്രമല്ല, കോൺഗ്രസിലെ BJP-യിൽ ആരും തന്നെ അങ്ങനെ കോടിയേരിക്കെതിരെ വ്യക്തിപരമായി അങ്ങനെ തർക്കിക്കാൻ, അങ്ങനെ അദ്ദേഹത്തിനെ എതിർക്കാനൊന്നും പോയിട്ടില്ല. കോടിയേരി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പൊതുവെ ഒരു ജനകീയനായ ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് പൊതുവെ എല്ലാവരും അദ്ദേഹത്തോടെ വരുമാറുന്ന ആളായിരുന്നു. പിണറായി വിജയനെ പോലെ തന്നെ പുത്രവാത്സല്യമുള്ള ആളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ, അല്ലേ? പിണറായിക്ക് മാത്രമല്ല മക്കളുള്ളത്, കോടിയേരി ബാലകൃഷ്ണനും മക്കളുണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ആ മക്കളുടെ സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ പിണറായിയെ പോലെ ആ സ്നേഹം പുറത്ത് കാണിച്ച് തൻ്റെ മക്കൾ ചെയ്യുന്ന എന്ത് നീചത്തരത്തിനും ദുഷ്ടതരത്തിനും മോഷണത്തിനും ഒന്നും കൂട്ടുനിൽക്കുന്ന ഒരാളായിരുന്നില്ല കോടിയേരി ബാലകൃഷ്ണൻ. പുറമെ ഉള്ളിലുണ്ടായിരുന്നോ ഇല്ലയോ നമുക്കറിയില്ല. എന്താണെങ്കിലും പാർട്ടി എന്ന സംവിധാനത്തിനെ തൻ്റെ മക്കളുടെ രക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കാത്ത ആളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയെ അയാൾക്ക് ആ ലഹരി കേസിൽ നിന്ന് എങ്ങനെയും രക്ഷിച്ചെടുക്കാം. പിണറായി ഇപ്പം ചെയ്ത അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പിടിക്കാൻ പോലീസ് വരുമ്പോൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കൂട്ടി അവിടെ ഓടിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ കേന്ദ്രത്തിനെതിരെ വലിയ വായിൽ ചീത്ത പറയുകയും എന്നാൽ അവരെ കാണുമ്പം മുട്ടുവിറച്ച് കാലിനിടയ്ക്ക് കയറ്റി കുമ്പിട്ട് നിൽക്കുകയും ചെയ്യുന്ന ആളായിരുന്നു പിണറായി. കേന്ദ്ര സർക്കാർ എന്നേ പറയുള്ളൂ, നരേന്ദ്രമോദി എന്നുള്ള വാക്ക് പറയില്ലായിരുന്നു. ഇല്ല, നരേന്ദ്രമോദി പേരെടുത്ത് പറഞ്ഞ് പിണറായി വിജയൻ എന്തെങ്കിലും വിമർശിച്ചായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. ഇല്ല, വിമർശിക്കാൻ പിണറായി വിജയന് സാധിക്കില്ല. കാരണം ഈ പിണറായി വിജയന്റെ തല നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെ കക്ഷത്തിലായിരുന്നു. എന്താണെന്ന് നമുക്കറിയാം. പല സംഭവങ്ങളുണ്ട്. ഒന്ന്, സ്വർണ്ണക്കടത്ത് തേച്ചു മായ്ച്ച് കളയാൻ കേന്ദ്ര സർക്കാർ ഈ പിണറായി വിജയനെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ
ഒരു പക്ഷേ ആദ്യ ഭരണകാലത്ത് തന്നെ അകത്തു പോകുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമായിരുന്നു. അതുപോലെ ലൈഫ് മിഷൻ കോഴക്കേസ്, അതിൻ്റെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ച് ആ കേസ് തന്നെ അട്ടിമറിക്കാൻ കേരള സംസ്ഥാന വിജിലൻസിനെ നിയോഗിക്കാനുള്ള അവസരം പോലും കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുത്തു. ലാവ്ലിൻ കേസ് ഏറ്റവും വലിയ വിവാദം, പിണറായിയുടെ പേരിൽ നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദം, പ്രത്യക്ഷത്തിലുള്ള രാഷ്ട്രീയ സഹായമാണ് ലാവ്ലിൻ കേസ്. ആ ലാവ്ലിൻ കേസ് നമുക്കറിയാം, ലാവ്ലിൻ കേസിന്റെ നാൾ വഴികൾ നമുക്കറിയാം. ഇത്രയും കാലം ഒന്നും ചെയ്യാതെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ്. ഓരോ തവണ കേസ് കോടതി പരിഗണിക്കുമ്പോഴും സർക്കാരിന്റെ വക്കീൽ എന്തെങ്കിലും അസൗകര്യം. അതെ, അങ്ങനെ ആ കേസ് കോടതിയിൽ തീർപ്പ് കൽപ്പിക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാണ്. മൈക്രോ ഫിനാൻസ് കേസ് പോലെ പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മൈക്രോ ഫിനാൻസ് അല്ലെ വെള്ളാപ്പള്ളി നടേശന്റെ കേസുകൾ ഇട്ട് അമ്മാനമാടുന്ന പോലെ ഇയാൾക്കെതിരെയുള്ള കേസുകളും ഇട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം കൃത്യമായ അജണ്ട കേന്ദ്ര സർക്കാരും ഈ സി പി എമ്മുമായിട്ടുണ്ടോ എന്നറിയില്ല, പിണറായി വിജയനുമായിട്ടുണ്ട്. പിണറായി വിജയനാണ് പാർട്ടി. പിണറായി വിജയൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലത്തോളം പിണറായി വിജയൻ തന്നെയാണ് പാർട്ടി. ആ പാർട്ടിക്ക് ചോദ്യം വരാൻ സാധ്യതയില്ല. ഇവിടെ വിനോദിനി ബാലകൃഷ്ണൻ പറഞ്ഞ അവരുടെ വാക്കുകളിൽ നിന്ന് ഈ ഇവരുടെ കുടുംബത്തെ എത്രമാത്രം ഒരു ഒറ്റപ്പെടുത്തി നമുക്ക് മനസ്സിലാവും. ഒറ്റപ്പെട്ടവരെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്, കോടിയേരിയുടെ കാലം കഴിഞ്ഞോടി അല്ലെങ്കിൽ അദ്ദേഹം രോഗബാധിതനായതോട് തന്നെ ഇവർ തീർത്ത് ആ കുടുംബത്തെ അവഗണിക്കുകയായിരുന്നു. ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന് കരുതി അവര് ആൾക്കൂട്ടത്തിലെ ഒറ്റപ്പെടല് ഒരു വേദന പറയുന്നുണ്ട്. ഒറ്റപ്പെട്ടാൽ അത് പിടിച്ചിരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാനെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം എന്താണെങ്കിലും ബിനീഷ് കോടിയേരി എന്ന ആ ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിൽ ലഹരിമരുന്ന് കേസിൽ ജയിലിൽ 1 വർഷം നിരപരാധിയായിട്ടും കിടക്കേണ്ടി വന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അതിന് പിന്നിൽ ആരായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ കേസ് വന്നപ്പോൾ ആ ഇ ഡി റെയ്ഡ് നടക്കുമ്പോൾ അതിന് ദൃക്സാക്ഷിയാൻ ഏറ്റവും മുന്നിലായിട്ട് ആ ചെറുപ്പക്കാരൻ ഓടിയെത്തിയത്. ആ കാഴ്ച കണ്ട ആനന്ദിക്കുക. കാരണം ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ഇ ഡിയെ കൂടെ കയറ്റി കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയെ ആ സ്ഥാനത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അത് പിണറായി വിജയൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ നാട്ടിലുള്ള സകല ആൾക്കാർക്കും പിണറായി വിജയന്റെ പാർട്ടിയിലുള്ള ആൾക്കാർക്കും അറിയാം. അല്ല, മാത്രമല്ല വിനോദിനി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ്. അവരുടെ അച്ഛൻ അതിൻ്റെ ഇനിഷ്യലും എ വി രാജഗോപാലനാണ് ഇതിൻ്റെ പേര്. അദ്ദേഹം രാജഗോപാലൻ അദ്ദേഹം പിണറായികളും മുതിർന്ന നേതാവായിരുന്നു CPM-ൽ. തലശ്ശേരിയിൽ അവിടെ വളരെ പ്രമുഖനായ നേതാവായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഈ പിണറായി അദ്ദേഹത്തിൻ്റെ മുമ്പ് അവസാനം ചെന്നിട്ടുള്ള അവർ അനുയായികളായി നിന്നിട്ടുള്ള ആളായിരിക്കും. അങ്ങനത്തെ ഒരാൾ പിന്നീട് തനിക്ക് സ്ഥാനമാനം കിട്ടിയപ്പോഴും അല്ലെങ്കിൽ കോടിയേരി രോഗബാധനായപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഭൂമിയിൽ നിന്ന് ഇല്ലാതായപ്പോഴൊക്കെ തന്നെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അവരോട് പെരുമാറിയെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുടുംബത്തോട് കാണിച്ചത് അത് തന്നെയാണ് ടി കെ ഗോവിന്ദൻ അദ്ദേഹം ഇലക്ഷൻ ജയിച്ചതിന് ശേഷം അവരുടെ കുടുംബ വീട്ടിലെത്തിയപ്പോൾ അവർ സ്വീകരിച്ചത്. അതെ, പിന്നെ ബിനീഷ് കോടിയേരി ഒരുപാട് പിടിച്ചു നിൽക്കുന്നത് ഒരുപാട് നാട്യങ്ങളോടെയാണ്. ഞാൻ പിണറായി വിജയൻ്റെ ആളാണെന്നുള്ള രീതിയിൽ അഭിനയിക്കുകയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെ അഭിനയിക്കുമ്പോൾ പോലും ബിനീഷിന്റെ കൺട്രോൾ വിട്ടുപോയത് ആ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം. അതെ, സെക്രട്ടറിയുടെ പടം അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പടം വെച്ചിട്ട് ഇങ്ങനെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. അതാണ് MV ഗോവിന്ദന് കൊള്ളേണ്ടിടത്ത് കൊണ്ടു. MV ഗോവിന്ദന് കലിപ്പായി. അവനെ എടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ ഇപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു തനിക്ക് വന്നു കയറുന്നിരിക്കുന്ന ഈ സകല പണികളുടെയും പിന്നിൽ ഈ ബിനീഷ് കോടിയേരിയുടെ കരങ്ങൾ ഉണ്ട് എന്ന് പിണറായി വിജയൻ സംശയിക്കാൻ തുടങ്ങും. അല്ല, ഇപ്പോഴ് ഒരുപക്ഷെ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കും. കാരണം അങ്ങോട്ട് ചെയ്ത എല്ലാ പാവങ്ങൾക്കും അല്ലെങ്കിൽ ഈ ആത്മസുഹൃത്തെ കൂടെ നിന്ന അയാളെ കുടുംബത്തോട് കാണിച്ചാൽ പലപ്പോഴും നമ്മൾ സംഭവിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പ്രമുഖരുടെ കുടുംബങ്ങൾ പലപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സിനിമയിലെ രാഷ്ട്രീയത്തിലെ കത്തിനിൽക്കുന്ന പലരും ഇവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരാരെയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല, ഒന്നും ചെയ്യാറില്ല. പറ്റുമെങ്കിൽ അവരുടെ സ്മരണകളെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവർ അതും കൂടി ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ വളരെ വ്യത്യസ്തനായ കാര്യം, ഇതുമായി ബന്ധമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മൾ BM സുധീരൻ ഉണ്ടല്ലോ, അദ്ദേഹം നമ്മളെ ഫേസ്ബുക്ക് സുഹൃത്താണ്. അദ്ദേഹം കൃത്യമായി കേരളത്തിലെ ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതാക്കളാണെങ്കിലും അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കളാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ ചരമവാർഷികമൊക്കെ വരുമ്പോൾ കൃത്യത്തിൽ അദ്ദേഹം അവരനുസ്മരിക്കും. അത് കോൺഗ്രസ് നേതാക്കളെ മാത്രമല്ല, അത് വൻകിട സംസ്ഥാനത്തെ വലിയ മന്ത്രി MLA MP എന്നായിരുന്നല്ല, സാധാരണക്കാരെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഒരുപാടാളുണ്ട്. അവിടെ ചിത്രം സഹിതം ഒരു ഈ മരിച്ചവരുടെ വീട്ടുകാരെങ്കിലും അത് ഓർക്കുമോ എനിക്ക് സംശയമാണ്. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് ഓർത്തെടുത്ത് അവരുടെ ചിത്രം കൊടുക്കുകയും അവരെ ഒന്ന് അനുസ്മരിക്കുകയും ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ. അത്
അദ്ദേഹത്തിൻ്റെ എതിർ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകളുടെ പടം പോലും അദ്ദേഹം ഇടാറുണ്ട്, അവരൊക്കെ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കണം നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നത്. അതല്ലാതെ അവരുടെ കൂടെ ഇന്നലെ വരെ തോളിൽ കേട്ടുന്നുണ്ടെന്ന് നമുക്ക് എല്ലാത്തിനും തുണയിൽ നിന്നൊരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പം അത് വീട്ടുകാരെ തള്ളിപ്പറയുക മാത്രമല്ല അവരെ ദ്രോഹിക്കും കൂടെ ചെയ്യുക എന്നുള്ള കടും കൈയാണ് ഈ പിണറായി പോലുള്ള ആൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ തിരിച്ചുവരവും വിനോദിനിയുടെ വാട്സപ്പ് സ്റ്റാറ്റസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ കുടുംബം, കോടിയേരി കുടുംബം കൃത്യമായ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ആ സൂചന. കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. കാലം കണക്ക് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ വന്നിട്ട്.